വളരെ പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ്. ഉക്രൈൻ നിയന്ത്രിക്കുന്ന ഡൊണസ്ക് പ്രത്യേക സാമ്പത്തിക മേഖലയാക്കി മാറ്റണമെന്ന് അമേരിക്ക. ഡൊണസ്ക് നിയന്ത്രിക്കുന്ന അതിൽ നിന്നും ഉക്രൈൻ പിന്മാറണമെന്നും നിർദ്ദേശമുണ്ട്. മേഖലയിൽ റഷ്യ ഉക്രൈൻ സൈനിക വിന്യാസം അവസാനിപ്പിക്കണമെന്നാണ് US നിലപാട്. വിവരങ്ങൾ നൽകാൻ ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്താണ് ഉക്രൈനിൽ സംഭവിക്കുന്നത്? അമേരിക്ക എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് വെക്കുന്നത്? അശ്വതി, അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഏറ്റവും സുപ്രധാനമായത് ഈ ഡോൺബാസ് മേഖലയിലെ സൈനിക സംവിധാനങ്ങളെല്ലാം തന്നെ പിന്മാറ്റി അല്ലെങ്കിൽ ഒഴിവാക്കി ഒരു ഡീമിലിറ്ററൈസ്ഡ് സോൺ ആക്കണമെന്നാണ്. അതവിടെ റഷ്യയുടെ സൈന്യത്തിന്റെയും അതുപോലെ തന്നെ സ്വാഭാവികമായും മറ്റു യുക്രൈന്റെ സൈന്യത്തെയും അവിടെ നിന്ന് പിൻവലിക്കണമെന്നൊരു നിലപാടാണ് ഇപ്പോൾ US മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സമാധാന നിർദ്ദേശങ്ങളിൽ ഇക്കാര്യം ഉള്ളതായി സെലൻസ്കി തന്നെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു പ്രശ്നങ്ങളായി ഉയർന്നു വരുന്നത്. കാരണം ആ ഡോൺബാസ് മേഖല വിട്ടു നൽകില്ല എന്ന നിലപാട് യുക്രൈനും, എന്നാൽ വിട്ടു നൽകിയേ തീരൂ എന്ന നിലപാട് റഷ്യയും സ്വീകരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അതൊരു സ്പെഷ്യൽ ഇക്കണോമിക് സോണാക്കി മാറ്റണമെന്ന നിലപാട് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ആ നിലപാടിനെ അംഗീകരിക്കില്ല എന്ന കൃത്യമായ നീക്കം തന്നെയാണ് ഇപ്പോൾ സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നതാണ് ഒരു ഗൗരവമേറിയ വിഷയം. ചർച്ചകൾ തുടരുകയാണ് എങ്കിൽ കൂടി ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു ട്രംപ്. ഈ സംസാരിച്ച വിഷയത്തിൽ ഇക്കാര്യം ഉയർന്നു വന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സമൂഹ മാധ്യമത്തിലെ കുറിപ്പിലും ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ യുക്രൈൻ യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഐസനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഉക്രൈൻ നിയന്ത്രിക്കുന്ന ഡൊണസ്ക് പ്രത്യേക സാമ്പത്തിക മേഖലയാക്കി മാറ്റണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഡൊണസ്ക് നിയന്ത്രിക്കുന്നതിൽ നിന്നും ഉക്രൈൻ പിന്മാറണമെന്നും നിർദ്ദേശമുണ്ട്. ഐസനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കേരള വഖഫ് സംരക്ഷണ വേദിയാണ് ഹർജി നൽകിയത്. വഖഫ് ട്രിബ്യൂണലിനെ മറികടന്നുള്ള ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ വാദം. വിവരങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്.